Hi all. Today's our topic is address resolution protocol. This is the second topic of computer networks fifth module. So let us start with logical address. Before going to this address resolution protocol, you should have an awareness about what is logical address, what is physical address, and what is the difference between those two. All these kind of things you should keep it in mind, and then you have to follow the address resolution protocol. So let us start. ലോജിക്കൽ അഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം ആദ്യം. ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടർ നെറ്റ്വർക്ക് ലെവലിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ നെറ്റ്വർക്ക് ലെവൽ തുടങ്ങി അത് കഴിഞ്ഞുള്ള ലെയേഴ്സിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ every host or every single systems are identified with the help of a IP address. ഒരു IP അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സിസ്റ്റവും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നെറ്റ്വർക്ക് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹോസ്റ്റിനെയോ റൂട്ടിനെയോ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് അവരവരുടെ ലോജിക്കൽ അഡ്രസ്സ് വെച്ചിട്ടാണ്. ഈ ലോജിക്കൽ അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സസ് എന്ന് വിളിക്കുന്നത്. ഇനി ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് അഡ്രസ്സാണ്. അതായത് ഒരു നെറ്റ്വർക്കിനകത്തേക്ക് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ സെൻഡ് ചെയ്യണം, പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ വി നീഡ് എന്താണ് ഈ പറയുന്ന IP അഡ്രസ്സ് വേണം. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇൻ്റർനെറ്റ് അഡ്രസ്സ് എന്നും വിളിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ലോജിക്കൽ അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്? ലോജിക്കൽ അഡ്രസ്സ് എന്ന് വിളിക്കുന്നത് ഈ പറയുന്നതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് എങ്ങനെ ഈ സോഫ്റ്റ്വെയറിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ലോജിക്കൽ അഡ്രസ്സ് എന്ന് വിളിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ IP അഡ്രസ്സസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. 190 ഫോർ എക്സാമ്പിൾ 192.22.53.20 എന്ന് പറയുന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും 4 ബ്ലോക്കായിട്ട് അവിടെ നമ്മൾ ഓരോ IP അഡ്രസ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 ബ്ലോക്ക് നമുക്ക് നെറ്റ്വർക്ക് അഡ്രസ്സസും അതിനകത്ത് തന്നെ ഹോസ്റ്റ് അഡ്രസ്സും നെറ്റ്വർക്ക് IDസും ഹോസ്റ്റ് IDയും നമ്മൾ പല ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നെറ്റ്വർക്ക് IDയൊക്കെ നെറ്റ്വർക്കിൻ്റെ സ്പേസും ഹോസ്റ്റിൻ്റെ സ്പേസും ഡിഫറൻസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് Dയിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത് നോർമലി 32 ബിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പം ഒരു ബ്ലോക്കിനകത്ത് ഇപ്പം 4 ബ്ലോക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബ്ലോക്കിനകത്ത് 8 ബിറ്റ്, അടുത്ത ബ്ലോക്കിനകത്ത് 8 ബിറ്റ്, അടുത്തതിനകത്ത് 8 ബിറ്റ്, അടുത്തതിനകത്ത് 8 ബിറ്റ്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അങ്ങനെ ടോട്ടൽ 32 ബിറ്റാണ് ഒരു IP അഡ്രസ്സിൻ്റെ ലെങ്ത്. അപ്പോൾ the host and routers are recognized at the network level by their logical addresses. Logical address is an internet address. It's called a logical address because it is usually implemented in software. The logical address in the TCP/IP are called നമ്മൾ IP addresses എന്ന് വിളിക്കുന്നു. Usually it is 32 bit length ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിസിക്കൽ അഡ്രസ്സ്. ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് എന്തിനാണ് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് പോകേണ്ടി വരുന്നത്? ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റായിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് മാത്രം ആയിരിക്കും കംപ്ലീറ്റ് ലെയറും വർക്കാവുന്നത്, അല്ലേ? ബാക്കി വരുന്ന ഇൻ്റർമീഡിയറ്റ് നോട്ട്സിലൊക്കെ സോഴ്സും ഡെസ്റ്റിനേഷനും ഇടയ്ക്ക് കുറേ ഇൻ്റർമീഡിയറ്റ് നോട്ട്സുകൾ കാണും. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് നോട്ട്സൊക്കെ നെറ്റ്വർക്ക് ലെയർ വഴി അത് വരുന്നുള്ളൂ. പിന്നെ താഴെ വരുന്ന ലെയേഴ്സ്, മുകളിലേക്ക് പോകുന്ന ലെയേഴ്സ് ഒന്നും അവിടെ വരുന്നില്ല. ദാറ്റ് മീൻസ് ആപ്ലിക്കേഷൻ ലെയറോ പ്രസൻറ്റേഷനോ ഒന്നും വരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ലെയറുകൾ കയറി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യമേ സോഴ്സിൻ്റെ മുകളിൽ നിന്ന് വരും, ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് സ്റ്റാർട്ടായി താഴെ നമ്മുടെ ഫിസിക്കൽ ലെയർ ആ ഒരു സോഴ്സിൻ്റെ ഫിസിക്കൽ ലെയറിലെത്തും. അത് കഴിയുമ്പം അടുത്ത ഇൻ്റർമീഡിയറ്റ് നോഡാണെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് പോകും, ഫിസിക്കൽ അഡ്രസ്സ്, പിന്നെ വീണ്ടും നെറ്റ്വർക്ക് അഡ്രസ്സ്, അങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിന് ഇപ്പോൾ ഓരോ ഡിവൈസസിൻ്റെയും ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. നെറ്റ്വർക്ക് ലെവലിലുള്ള ഒരു അഡ്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നെറ്റ്വർക്ക് ലെവലിനകത്തുള്ള അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് വിളിക്കുന്നതെങ്കിൽ ഇവിടെ ഫിസിക്കൽ ലെയറിൽ വരുന്ന അഡ്രസ്സസിനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഫിസിക്കൽ ലെയറിൽ എങ്ങനെയാണ് ഒരു ഹോസ്റ്റും റൂട്ടേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
ഫിസിക്കൽ ലെയറിൽ ഹോസ്റ്റ് നെയിം റൂട്ടേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫിസിക്കൽ അഡ്രസ്സ് വെച്ചിട്ടാണ്. വേറാസ് ഇവിടെ എന്തായിരുന്നു, ഒരു നെറ്റ്വർക്ക് ലെവലിനകത്ത് ഹോസ്റ്റ് നെയിം റൂട്ടേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ലോജിക്കൽ അഡ്രസ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ അഡ്രസ് ഈസ് ആൻ ലോക്കൽ അഡ്രസ്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ലോക്കൽ അഡ്രസ്സാണ്. ഇവിടെ എന്താ പറയുന്നത്, ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് അഡ്രസ്സാണ്. ഇവിടെ ഒരു ലോക്കൽ അഡ്രസ്സാണ്. എന്തുകൊണ്ട് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നു? കാരണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഹാർഡ്വെയറിലാണ്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഹാർഡ്വെയറിലാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ നോക്കണം, നമ്മുടെ എല്ലാവരുടെയും സിസ്റ്റത്തിനകത്തൊരു NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ട്. നിങ്ങൾ ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു വൈറ്റ് കളറിനകത്ത് നമ്മുടെ 48 ബിറ്റ് ലെങ്ത് ഉള്ള ഒരു നമ്പർ എഴുതിയിരിക്കും. ഇറ്റ് ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്. അങ്ങനെ എഴുതിയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആ പറയുന്ന ഫിസിക്കൽ അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ നോർമലി പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, MAC അഡ്രസ്സ്. നമ്മൾ പറയുന്നതാണ് MAC അഡ്രസ്സ് എന്ന്. അപ്പോൾ എന്താണ് ഈ പറയുന്ന MAC അഡ്രസ്സ് 48 ബിറ്റ് ലെങ്ത് ആയിരിക്കും. ഓക്കെ, 48 ബിറ്റ് ലെങ്ത് ആയിരിക്കും. ഇവിടെ 32 ബിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ബൈറ്റിൽ പറയുമ്പോൾ അത് 4 ബൈറ്റ്. ഇവിടെ 48 ബിറ്റ് ലെങ്ത് ഉള്ള MAC അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എത്ര ബൈറ്റ്? 6 ബൈറ്റ് ആയിരിക്കും ഇതെടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റം തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഡെലിവറി നടക്കണം എന്നുണ്ടെങ്കിൽ, വി നീഡ് ബോത്ത് ദിസ് ഫിസിക്കൽ അഡ്രസ് ആൻഡ് ലോജിക്കൽ അഡ്രസ്. രണ്ടുപേരുടെ ആവശ്യവും ഉണ്ട്. അപ്പോൾ രണ്ടുപേരുടെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ലോജിക്കൽ അഡ്രസ്സ് മാത്രമേ അറിയുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ കയ്യിൽ ലോജിക്കലേ ഉള്ളൂ. റിസീവറിൻ്റെ അതായത് ഡെസ്റ്റിനേഷൻ്റെ ലോജിക്കൽ അഡ്രസ്സ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ബട്ട് വി ഡോണ്ട് നോ അബൌട്ട് ദി ഫിസിക്കൽ അഡ്രസ്. സോ IP അഡ്രസ് നെറ്റ്വർക്ക് ലെവലിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻ ഇവിടെ ഇല്ല. നെറ്റ്വർക്ക് ലെവലിനകത്ത് എങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു പ്രൊഫഷൻ നമ്മുടെ ഈ പറയുന്ന നെറ്റ്വർക്ക് ലെവലിനില്ല. സോ ഇൻ ദ നെറ്റ്വർക്ക് ലെയർ ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് അനദർ ടൈപ്പ് ഓഫ് എ പ്രോട്ടോക്കോൾ. ആ പ്രോട്ടോക്കോളാണ് നമ്മുടെ ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അതായത് നമുക്ക് ഒരു ലോജിക്കൽ അഡ്രസ്സ് തരും. ആ ലോജിക്കൽ അഡ്രസ്സ് ഉള്ള അയാളുടെ ആ ലോജിക്കൽ അഡ്രസ്സ് റെക്കഗ്നൈസ് ചെയ്യുന്ന, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് കിട്ടണം. അപ്പോൾ ദസ് വി നീഡ് ടു ഏബിൾ ടു മാപ്പ് എ ലോജിക്കൽ അഡ്രസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ലോജിക്കൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടണം, ഫിസിക്കൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ലോജിക്കൽ അഡ്രസ്സ് കിട്ടണം. ഓക്കെ, ഇങ്ങനെ ഒരു അഡ്രസ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പാക്കറ്റ് ഡെലിവറി പോസിബിൾ ആകത്തുള്ളൂ. ഇനി അതിൻ്റെ 2 സൊല്യൂഷൻസ് ആണ് പറയുന്നത്. ഒന്ന് സ്റ്റാറ്റിക് മാപ്പിംഗ് എന്നും ഒന്ന് ഡൈനാമിക് മാപ്പിംഗ് എന്നും. സ്റ്റാറ്റിക് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടേബിളിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഒരു ലോജിക്കൽ അഡ്രസ്സ് കൊടുക്കും. ലോജിക്കൽ അഡ്രസ് ഫോർ എക്സാമ്പിൾ 192.118.16.1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പം ഈ പറയുന്ന ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സ് നമ്മളിവിടെ മീൻസ് എന്താണ്, ഓരോരുത്തർ ഇൻഡിവിജ്വലി നമ്മൾ എഴുതി ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സംഭവമാണ് സ്റ്റാറ്റിക് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കറിഞ്ഞാൽ മാത്രമേ നമുക്കിങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം? നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ NIC മാറ്റുവാണെങ്കിൽ, വേറൊരു NIC ഇടുവാണെങ്കിൽ ആ പറയുന്ന NICക്ക് വേറെ ഫിസിക്കൽ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വേറെ MAC അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് മാറും. അങ്ങനെ വരും. ഇനി അടുത്തത് ചില ലാനുകളിൽ, അതായത് ലോക്കൽ ടോക്ക് പോലെയുള്ള ലാനുകളിൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഓരോ തവണയും കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴും അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു മൊബൈൽ സ്റ്റേഷനിൽ നിന്നും, ഒരു മൊബൈൽ സ്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യും അല്ലേ? മൊബൈൽ സ്റ്റേഷൻ ക്യാൻ മൂവ് ഫ്രം വൺ ഫിസിക്കൽ ഒരു നെറ്റ്വർക്കിൽ നിന്നും നമ്മുടെ മൊബൈൽ വേറൊരു സ്റ്റേഷനിലേക്ക് മാറുന്നു, വേറൊരു നെറ്റ്വർക്കിനകത്തേക്ക് മാറുമ്പോഴും ഈ പറയുന്ന ഫിസിക്കൽ അഡ്രസ്സിന് മാറ്റം വരും. സോ ഇങ്ങനെ 3 പോസിബിലിറ്റി ഉണ്ട് ഫിസിക്കൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് സ്റ്റാറ്റിക് മാപ്പിംഗ്. അപ്പോൾ നമുക്ക് എത്രത്തോളം പോസിബിൾ ആകും എന്നറിയത്തില്ല. സ്റ്റാറ്റിക് മാപ്പിംഗ് നമുക്ക് എന്താണ് ഒരു എഴുതാത്തത് വരെ, അതായത് ഇങ്ങനെ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ 3 കണ്ടീഷൻസ് അല്ലാതെ അത് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെ 3 കണ്ടീഷൻസ് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് മാപ്പിംഗ് കൊണ്ട് വലിയ ഉപയോഗം കാണില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡൈനാമിക് മാപ്പിംഗ്. ഡൈനാമിക് മാപ്പിംഗ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ
അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോട്ടോക്കോൾ ഈ പറയുന്ന ഡൈനാമിക് മാപ്പിങ്ങിനകത്ത് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഡൈനാമിക് മാപ്പിംഗ് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് നമുക്ക് പഠിക്കാനുള്ള അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അത് മാപ്പ് ചെയ്യുന്നത്, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് വി ഹാവ് ടു convert or we have to find out the physical address from the logical address. ലോജിക്കൽ അഡ്രസ്സിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ഫിസിക്കൽ അഡ്രസ്സിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യണം. ഇനി റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ദിസ് ഈസ് ജസ്റ്റ് റിവേഴ്സ് ഓഫ് ദി ARPൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും? ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് കറസ്പോണ്ടിങ് ലോജിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കണം. ഇതാണ് RA-RP എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് ഫിഗർ, ആ പറയുന്ന ഫിഗർ തന്നെയാണ് നാം പറഞ്ഞ തിയറി പാർട്ട് ഇവിടെ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നോക്ക്, ലോജിക്കൽ അഡ്രസ്സ് ARPയിലത്തേക്ക് പ്രോട്ടോക്കോളിൽ കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഫിസിക്കൽ അഡ്രസ്. വെരാസ് ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ARP ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഫിസിക്കൽ അഡ്രസ്സാണ്, ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ലോജിക്കൽ അഡ്രസ്സാണ്. സി ഹിയർ ഇത് നെറ്റ്വർക്ക് ലെയർ ആണ്. നെറ്റ്വർക്ക് ലെയറിനകത്ത് വരുന്ന പ്രോട്ടോക്കോൾസ് ആണ്, IP പ്രോട്ടോക്കോൾസ് ആണ്. ICMP നമ്മളിത് പഠിച്ചു കഴിഞ്ഞു, ഈ പറയുന്ന ICMP പഠിച്ചു. ഇനി IGMP, പിന്നെ ARP, RARP. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കുക, നിങ്ങൾ കണ്ടോ, ഇത് നെക്സ്റ്റ് പോയിൻ്റ് ആണ്. ഈ നെക്സ്റ്റ് പോയിൻറ്റിനകത്ത് ഈ ഒരു ബോക്സിനകത്തുള്ള കണ്ടൻറ്റാണ് ഈ കിടക്കുന്നത്. അതായത് ഒരു ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോള് ഒരു ലോജിക്കൽ അഡ്രസ്സ് കൊടുത്തിട്ട്, അതായത് ആരാണ് ഈ പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ARPയുടെ അടുത്ത് റിക്വസ്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. ARPയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം, ഓക്കെ എനിക്ക് ഇന്ന സിസ്റ്റത്തിൻ്റെ ഇന്ന IP അഡ്രസ്സുള്ള സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് ആരെടുത്ത് പോവും? ARP പ്രോട്ടോക്കോളിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ARP പ്രോട്ടോക്കോൾ അയാളുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ്? ഒരു ARP റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഈ പറയുന്ന ARP റിക്വസ്റ്റ് എന്താണ് നടക്കുന്നത്? ഇയാൾക്ക് കിട്ടിയ ഈ പറയുന്ന IP അഡ്രസ്സ് ആണല്ലോ ഇയാൾക്ക് കിട്ടുന്നത്, ARPക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത്. ഈ പറയുന്ന IP അഡ്രസ്സിനെ അയാളുടെ നെറ്റ്വർക്കിന്, അയാൾക്ക് പറ്റുന്ന എല്ലാ സിസ്റ്റത്തിനകത്തേക്കും ഇയാൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വിടും. അപ്പോൾ ഏത് സിസ്റ്റത്തിനാണോ ഈ പറയുന്ന കറസ്പോണ്ടിങ് IP അഡ്രസ്സ് ഉള്ളത്, അയാൾ ഈ പറയുന്നതിനെ ഐഡൻറ്റിഫൈ. ഇപ്പം എൻ്റെ നമ്പർ ആണെങ്കിൽ, ഇപ്പം എൻ്റെ റോൾ നമ്പർ ആണെങ്കിൽ എനിക്കറിയാൻ പറ്റുമല്ലോ എൻ്റെ റോൾ നമ്പർ ആണെന്ന്. അപ്പം ആ പറയുന്ന IP അഡ്രസ്സുള്ള സിസ്റ്റം എന്ത് ചെയ്യും? തിരിച്ച് റിപ്ലൈ അയക്കും, ARP റിപ്ലൈ അയക്കും. ഓക്കെ, അപ്പം എന്താണ് സിസ്റ്റം ബിക്ക് ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് എൻ ARP റിക്വസ്റ്റ് ആണ്. ബട്ട് ARP റിക്വസ്റ്റ് ഈസ് ആക്ച്വലി ബ്രോഡ്കാസ്റ്റിംഗ് ടു എവ്രി അതർ നോഡ്സ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് നെറ്റ്വർക്ക്. അപ്പോൾ എന്ത് ചെയ്യും? ബ്രോഡ്കാസ്റ്റ് ചെയ്തു, ബട്ട് the system which is having this unique IP address will respond for that request. ആ പറയുന്ന റിക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് ആ പറയുന്ന സിസ്റ്റം മാത്രമായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഈ പറയുന്ന ARP റിപ്ലൈക്കകത്തുള്ളത്. നോക്കിവിടെ അണ്ടർലൈൻ ചെയ്യുവാണ്, ARP റിപ്ലൈ എന്ന് പറയുന്നത് യൂണീക്ക് കാസ്റ്റ് ആണ്. എല്ലാവർക്കും ഒരേ IP അഡ്രസ്സ് ആയിരിക്കത്തില്ല, ഒരൊറ്റ ആൾക്കല്ലേ കാണുള്ളൂ. അപ്പോൾ ആ പറയുന്ന സിസ്റ്റം ബി അയാളുടെ IP അഡ്രസ്സ് റെക്കഗ്നൈസ്, അയാളുടേതാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ സിസ്റ്റം ബി എന്ത് ചെയ്യും? സിസ്റ്റം എക്ക് തിരിച്ച് റിപ്ലൈ അയച്ചു കൊടുക്കും. റിപ്ലൈയിലോട്ട് പോകുന്നത് എന്താണ്? ഈ പറയുന്ന A4:65:F4:59:83:AB എന്ന് പറയുന്നതാണ് MAC അഡ്രസ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി നോക്ക് 1 2 3 4 5 6 ബ്ലോക്സ് ഉണ്ട്. ദാറ്റ് മീൻസ് 6 ബൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര ബിറ്റായി? 48 ബിറ്റായി. അപ്പോൾ ഈ പറയുന്ന 48 ബിറ്റുള്ള ഒരു MAC അഡ്രസ്സ് ഈ പറയുന്ന സിസ്റ്റമേക്ക് റിപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതെന്ന് പറയുന്ന യൂണീക്ക് കാസ്റ്റ് ആണ്. ഇതാണ് ഈ പറയുന്ന കംപ്ലീറ്റ് ഫിഗറിനകത്ത് പറയുന്നത്. ഇനി ഈ പറയുന്ന തിയറി പാർട്ട് ജസ്റ്റ് ആ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്താണോ പറഞ്ഞത് അതാണ്. എ സിസ്റ്റം എ എന്ന് പറയുന്ന സിസ്റ്റം ഹാസ് എ പാക്കറ്റ് ദാറ്റ് നീഡ്സ് ടു ബി ഡെലിവേർഡ് ടു അനദർ സിസ്റ്റം B. ദാറ്റ് മീൻസ് എ ഹാവ് ടു സെൻഡ് എ പാക്കറ്റ് ടു B വിത്ത് ആൻ IP അഡ്രസ് 141.23.56.23. So the B is having the IP address this one. Okay, then system A note to pass the packet to its data link layer for the actual delivery. So in order to pass the packet to the system B, the system A want to first send its packets to its data link layer nathekku ayichu kodukana, but it does not know the physical address of the recipient. What is the problem of system A? The issue of system A does not know the physical address of the destination. So
this system A will use the services of ARPയുടെ സർവീസ് യൂസ് ചെയ്യും by asking the ARP protocol to send a broadcast ARP request സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ സോഴ്സ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പാക്കറ്റ് ടു ആസ്റ്റ് ഫോർ ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ സിസ്റ്റം വിത്ത് ആൻ IP അഡ്രസ് 141.23.56.23 ഈ പറയുന്ന IP അഡ്രസ്സ് ഉള്ള ആളുടെ ഫിസിക്കൽ അഡ്രസ്സ് ഗെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറയും. ദിസ് പാക്കറ്റ് ഈസ് റിസീവ്ഡ് ബൈ എവറി സിസ്റ്റം ബട്ട് ഓൺലി ദ സിസ്റ്റം B വിൽ ആൻസർ ഫോർ ഇറ്റ്. എല്ലാ സിസ്റ്റത്തിനും കിട്ടും, ബട്ട് ആര് മാത്രമേ ഇതിന് റിപ്ലൈ ചെയ്യത്തുള്ളൂ? സിസ്റ്റം B. ഇപ്പോൾ സിസ്റ്റം B എന്ത് ചെയ്യും? ARP റിപ്ലൈ പാക്കറ്റ് അയച്ചു കൊടുക്കും. റിപ്ലൈ പാക്കറ്റ് അയക്കും. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് ഇറ്റ്സ് ആ പറയുന്ന റിപ്ലൈ പാക്കറ്റിനകത്ത് എന്തുണ്ടാകും? ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ARPയുടെ പാക്കറ്റ് ഫോമാറ്റാണ്. ARPയുടെ പാക്കറ്റ് ഫോമാറ്റ് എന്ന് പറയുന്നത് 32 ബിറ്റ് ലെങ്ത് ഉള്ള ഒരു പാക്കറ്റ് ഫോമാറ്റാണ്. അതിനകത്ത് 16 ബിറ്റ് ഉള്ള ഒരു ഹാർഡ്വെയർ ടൈപ്പ് ഉണ്ട്. ഹാർഡ്വെയർ ടൈപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന ARP റണ്ണ് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ ടൈപ്പ് ഏതാണോ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ARP റൺ ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ ടൈപ്പാണ് ഹാർഡ്വെയർ ടൈപ്പിനകത്ത് വരുന്നത്. നോർമലി ഇത് ഈഥർനെറ്റ് ആണെങ്കിൽ, സപ്പോസ് ഇറ്റ് ഈസ് ഈഥർനെറ്റ് ആണെങ്കിൽ ടൈപ്പ് 1 വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരുപാടൊന്നും പഠിക്കേണ്ട, ഇപ്പം ഇങ്ങനെ മാത്രം അറിഞ്ഞാൽ മതി നമ്മുടെ ARP റൺ ചെയ്യുന്നത് ഏത് നെറ്റ്വർക്കിലാണെന്ന് അറിയാനായിട്ട്. നെക്സ്റ്റ് പ്രോട്ടോക്കോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിലുള്ള IP പ്രോട്ടോക്കോൾസ്, IP വേർഷൻസ് ഉണ്ട്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4ഉം ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 6ഉം ഉണ്ട്. നമ്മൾ നോർമലി 6 വന്നിട്ടുണ്ടെങ്കിൽ ബട്ട് വി ആർ നോർമലി യൂസിങ് IPv4 തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പ്രോട്ടോക്കോൾ ടൈപ്പ് IPv4 ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പർ വെച്ചിട്ടായിരിക്കും IPv4 ആണെന്ന് പറയുന്നത്, പ്രോട്ടോക്കോൾ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ പറയാം. നോക്ക്, വാല്യൂ ഓഫ് ദി ഫീൽഡ് ഓഫ് IPv4 പ്രോട്ടോക്കോളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട്, ഈ പറയുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി വരുന്നത് ഹാർഡ്വെയർ ലെങ്ത്. ഇനി പറയുന്ന ടേംസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹാർഡ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തായിരിക്കും? ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ലെങ്ത് ആയിരിക്കും. പ്രോട്ടോക്കോൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാം തന്നെ ലോജിക്കൽ അഡ്രസ്സിൻ്റെ ലെങ്തുകളായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഹാർഡ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നതെല്ലാം തന്നെ ഫിസിക്കൽ അഡ്രസ്സും പ്രോട്ടോക്കോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി വരുന്നതിനകത്ത് എല്ലാം തന്നെ ലോജിക്കൽ അഡ്രസ്സുകളുമായിരിക്കും. ഓക്കെ, സോ ഹാർഡ്വെയർ ലെങ്ത് ഉണ്ടാകും. ഹാർഡ്വെയർ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് ഫീൽഡാണ്. പ്രോട്ടോക്കോൾ ലെങ്തും ഒരു 8 ബിറ്റ് ഫീൽഡാണ്. അപ്പോൾ ഹാർഡ്വെയർ ലെങ്തിനകത്ത് എന്താണ് ഈ പറയുന്ന നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫിസിക്കൽ അഡ്രസ്സ് നോർമലി മാക് അഡ്രസ്സാണ്. മാക് അഡ്രസ്സ് 48 ബിറ്റാണ്. യൂഷ്വലി നമ്മൾ ബൈറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താണ് ബൈറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാരണം എന്താണ്? 48 ഡിവൈഡഡ് ബൈ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് അല്ലേ, 8 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 6 ബൈറ്റ് ആയിരിക്കും. അപ്പം 6 ബൈറ്റ് ആണ് ഹാർഡ്വെയർ ലെങ്ത്. ഇനി പ്രോട്ടോക്കോൾ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് IP അഡ്രസ്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ അഡ്രസ്, അതർവൈസ് IP അഡ്രസ്. IP അഡ്രസ്സിൻ്റെ ലെങ്ത് എത്രയാണ്? 32 ബിറ്റ് ആണ്. അപ്പോൾ 32 ബിറ്റ് ആകുമ്പോൾ 32 ഡിവൈഡഡ് ബൈ 8 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര ബൈറ്റ്? 4 ബൈറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ഓപ്പറേഷൻ റിക്വസ്റ്റ്. ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ ആണെന്ന്? ARP റിക്വസ്റ്റ് ആണോ ARP റിപ്ലൈ ആണോ? ARP റിക്വസ്റ്റ് ആണെങ്കിൽ അത് 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ARP റിപ്ലൈ ആണെങ്കിൽ അത് 2 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി സെൻഡർ ഹാർഡ്വെയർ അഡ്രസ്. സെൻഡർ ഹാർഡ്വെയർ അഡ്രസ് എന്ന് പറഞ്ഞാൽ മീനിങ് ചെയ്യുന്നത് എന്താണ്? ഫിസിക്കൽ അഡ്രസ്. അപ്പോൾ സെൻഡറിൻ്റെ ഫിസിക്കൽ അഡ്രസ് ആയിരിക്കും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ സെൻഡർ പ്രോട്ടോക്കോൾ അഡ്രസ്. സെൻഡർ പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ എന്താണ്? സെൻഡറിൻ്റെ ലോജിക്കൽ അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് ആണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ടാർഗറ്റിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്. ടാർഗറ്റിൻ്റെ ഹാർഡ്വെയർ അഡ്രസ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ടാർഗറ്റിൻ്റെ ഹാർഡ്വെയർ അഡ്രസ് അറിയുമോ? ഇല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ARP റിക്വസ്റ്റ് പോകുന്ന സമയത്ത് വി ആക്ച്വലി ഡോണ്ട് നോ വാട്ട് ഈസ് ദി ഹാർഡ്വെയർ അഡ്രസ് ഓർ ദി ഫിസിക്കൽ അഡ്രസ് ഓഫ് ദി ടാർഗറ്റ് വൺ. സോ വി യൂഷ്വലി റെപ്രസെൻറ്റഡ് വിത്ത് സീറോസ് വെച്ചിട്ടാണ്, എല്ലാം 0 വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. ഇനി ടാർഗറ്റിൻ്റെ പ്രോട്ടോക്കോൾ അഡ്രസ്, ദാറ്റ് വി ഓൾറെഡി നോ. ടാർഗറ്റിൻ്റെ പ്രോട്ടോക്കോൾ അഡ്രസ്സും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ARP റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. അപ്പം ടാർഗറ്റിൻ്റെ പ്രോട്ടോക്കോൾ അഡ്രസ്സിനകത്ത് എന്ത് വരും? ടാർഗറ്റിൻ്റെ IP അഡ്രസ്സ് വരും. ഇങ്ങനെയാണ് ഈ പറയുന്നതാണ് നമ്മുടെ ARP പാക്കറ്റ് ഫോമാറ്റിനകത്ത് വരുന്നത്. അപ്പം ഞാൻ ഈ നോട്ട് ഇവിടെ കാണിക്കാം, ജസ്റ്റ് നിങ്ങൾ വായിച്ചോളുക. ഹാർഡ്വെയർ ടൈപ്പ് എന്ന് പറയുന്നത് 16 ബിറ്റ് ഫീൽഡാണ്. ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് ദി നെറ്റ്വർക്ക് ഓൺ വിച്ച് ARP ഈസ് റണ്ണിങ്. ഈഥർനെറ്റ് ഈസ് ഗിവൺ ടൈപ്പ് 1 ആയിരിക്കും. ARP ക്യാൻ ബി യൂസ്ഡ് ഓൺ എനി ഫിസിക്കൽ നെറ്റ്വർക്ക്. നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടോക്കോൾ ടൈപ്പ്. എല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ നോട്ടിൽ പറയുന്നത്. സോ നിങ്ങൾ ആ പറയുന്ന ഫിഗർ എടുത്ത് വെച്ച്